ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാക്കാമെന്നാണ്. നോട്ടീസ് ബോർഡ് എല്ലാവർക്കും അറിയാലോ. കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സ്റ്റഡി ടേബിളിൽ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് വെക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ അടുത്ത ആഴ്ചത്തേക്കോ അല്ലെങ്കിൽ എക്സാമോ അല്ലെങ്കിൽ അവർക്ക് അസൈൻമെൻറ്റോ ഒക്കെ അടുത്ത ദിവസങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വയ്ക്കാൻ പെട്ടെന്ന് കാണാനൊക്കെ വളരെ നല്ലതാണ്. ഇനി കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കാണെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലോ പിൻ ചെയ്ത് വെക്കാം. നമുക്ക് എഴുതി പിൻ ചെയ്ത് വെക്കാം കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് കാണാനും അത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് എങ്ങനെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാക്കാം എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് തെർമോക്കോളിൻ്റെ ഒരു പീസാണ്. അപ്പോൾ തെർമോക്കോളില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഷർട്ടിൻ്റെ തുണി വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. അത് ചെറിയ രണ്ട് പീസുകളായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കൂടിയും ചേർത്ത് ഒട്ടിച്ചതാണ്. ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചത് കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ടൊന്നും ഒട്ടണില്ല. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ച് ചേർത്ത് ഒട്ടിച്ചേക്കാണ്. ഇനി നമുക്കിത് കവർ ചെയ്തെടുക്കില്ല, അപ്പോൾ എന്തായാലും ഇത് വിട്ടു പോരില്ല. നമുക്ക് എത്ര വലുപ്പത്തിലാണോ ആവശ്യമുള്ളത് ആ വലുപ്പത്തിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ചാർട്ട് പേപ്പറൊക്കെ വാങ്ങിയിട്ടില്ല, നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡാർക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് കളറാകുമ്പോൾ കുറച്ചുകൂടി അട്രാക്ഷനൊക്കെ ഉണ്ടാവും, കാണാനായിട്ട് പെട്ടെന്ന് കാണാനൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് കളറിലുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കണേ. അപ്പോൾ നന്നായിട്ട് അങ്ങനെ ഒട്ടിയിരുന്നുള്ളൂ, എന്തായാലും പറഞ്ഞു പോരില്ല. ആ ബാക്ക് സൈഡ് ഇതേപോലെയാണ് കാണാനായിട്ട്. അപ്പോൾ കുഴപ്പമില്ല, ബാക്ക് സൈഡ് ആരെന്തായാലും കാണാനൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന്. ഞാൻ വാഷ് ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. വാഷ് ടേപ്പ് നിങ്ങൾ എൻ്റെ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഒന്നും കൂടിയും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മേഘത്തിൻ്റെ ഷേപ്പിൽ 2 വൈറ്റ് പേപ്പേഴ്സ് ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ പേപ്പറിൽ ഇതേപോലെ വരച്ചിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതും കൂടിയും അതിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ മേഘങ്ങൾക്കിടയിൽ നിന്നും സൂര്യൻ നമ്മൾ എത്തിച്ചു നോക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. ഇത് ഫോം ഷീറ്റിൻ്റെ പീസസ് ആണ് കേട്ടോ, ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പീസസ് ആണ്. അതും കൂടി ഞാനിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എന്തെങ്കിലും നല്ല നല്ല സന്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എഴുതി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നോട്ടീസ് ബോർഡ് റെഡി ആയിട്ടോ. ഇനി നമുക്കിത് ചുമരും ഒട്ടിക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ട്, അത് ഇതിൻ്റെ പുറകിൽ ഒട്ടിച്ചിട്ട് ചുമരിൽ ഒട്ടിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിൽ നമുക്കിത് ഇതിൻ്റെ അറ്റത്ത് ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊളുത്തിയിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിൽ എഴുതി വെക്കാനുള്ളതൊക്കെ പിൻ ചെയ്ത് വെക്കാം. നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ എഴുതി പിൻ ചെയ്ത് വെക്കാം. ഇതേപോലത്തെ പിന്നുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിന് 20 രൂപയേ ഉള്ളൂ ഈ ഒരു ബോക്സിന്. അല്ലെങ്കിൽ നമുക്ക് മുട്ടുസൂചിയോ അല്ലെങ്കിൽ ഇതേപോലെ ഒട്ടിച്ച് വെക്കണമെങ്കിൽ ഇതേപോലത്തെ ഒട്ടിക്കുന്ന പേപ്പേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അത് വേണമെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ നോട്ടീസ് ബോർഡ് നമുക്ക് കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാൻ എപ്പോഴെപ്പോഴും കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരുമല്ലോ. നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലോ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തോ ഇതേപോലെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരാനായി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അതുവരെ ബൈ.